എനിക്ക് അത്രയും കുഞ്ഞിലെ തന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല എന്ന് വെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്, ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി. അപ്പൊ എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം വന്നിട്ടില്ല. കാരണം ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയിലെ ഓരോ ആൾക്കാർ ഇപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഏറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവരെ ഓരോ ആൾക്കാർ ഇതുപോലെ എയർ ബസ് ബുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഏറി കയറി പോകാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഫസ്റ്റ് ഹൻസികയുടെ ഒരു വീഡിയോ വന്ന് നൈസായിട്ട് ഏറി പോയിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ദിയ കൃഷ്ണ തൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ വഴിയെ നിൽക്കുന്ന ആൾക്കാരോട് ഉപമിച്ചുകൊണ്ട് വഴിയെ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, കാവിലെ അമ്മയൊന്നും അല്ലല്ലോ അമ്മ നേരെ വിളിക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ദിയ കൃഷ്ണ ഏറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ഹൻസികയും അഹാന കൃഷ്ണയും കൂടെ ചേർന്നുകൊണ്ട് റെഡ് എഫ് എമ്മിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പെയ്ഡ് ഇന്റർവ്യൂ ആവാനാണുള്ള സാധ്യത. കാര്യം അങ്ങോട്ടേക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്ത ഒരു PR ആവാനാണ് സാധ്യത. കാരണം അഹാന കൃഷ്ണ ഇവരെ ഒരുമിച്ച് ചെയ്തേക്കുന്ന ഒരു പുതിയൊരു മ്യൂസിക്കൽ വീഡിയോ ഉണ്ടായിരുന്നു, പൂക്കൾ എന്ന് പറയുന്നത്. അപ്പം മേ ബി ഇപ്പം ഇത്തരം വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലരും ഇത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഹൻസിക ഇവര് ഫാമിലി പരമായിട്ട് ഇങ്ങനെ ഏറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇവരെ തന്നെ വിളിപ്പിക്കാൻ വേണ്ടിയുള്ള ഇന്റർവ്യൂ ആണോ അങ്ങനെയുള്ള രീതിയിലും പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ ഈ ഒരു പൂക്കൾ എന്നുള്ള ആ ഒരു ഇതിന്റെ ഒരു പ്രൊമോഷൻ ഒരു പെയ്ഡ് അങ്ങോട്ട് ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു വർക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പാട്ട് അത്ര ഇതായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ നമ്മൾ ഇനി കേട്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പല പാട്ടുകളും അങ്ങനെയാണല്ലോ. പിന്നെ അതിനകത്തിലെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നൈസ് ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. എന്താണെങ്കിലും ആ ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ പറയട്ടെ. കാര്യം ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചില ആളുകൾ വന്നിട്ട് ഏതാണ് ഒന്നും അറിയാത്ത രീതിയിൽ വന്ന് കമന്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട്. റീസെന്റ് ആയിട്ട് പല വീഡിയോക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്നും ആദ്യമേ എടുത്ത് പറയാം, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റ്സ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. നമ്മൾ ഹൻസികയുടെ ആണെങ്കിലും രേണുസുധയുടെ ആണെങ്കിലും ഒക്കെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് രേണുക്കയുടെ വീഡിയോയിലാണെങ്കിലും ഹൻസികയുടെ വീഡിയോയിലാണെങ്കിൽ കൂടി നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു സാധനം എന്തായിരുന്നു, ഈ സബ്സ്ക്രിപ്ഷനും അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അത് അവരുടെ സ്വന്തം താല്പര്യമാണ്. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് തോന്നേണ്ട ആവശ്യമില്ല. ഇനി നാളുകളിൽ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അവിടുന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു രേണുക്കയുടെ കാര്യത്തിലാണെങ്കിലും ഹൻസികയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോക്കകത്തും കുറച്ച് ആളുകൾ ഒന്ന് കമന്റ് ഉണ്ട്, രേണുക്കയുടെ കാര്യത്തിൽ ഇങ്ങനെയല്ലോ നീ പറഞ്ഞത്, ഞാൻ പിന്നെ എങ്ങനെയാ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അത് അവരുടെ അടുത്ത് പോയി പറയുക. അത്തരം കമന്റുകൾ ഇങ്ങോട്ട് വേണ്ട. കാര്യം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരാളുടെ വസ്ത്രധാരണത്തെ ചൊല്ലിയിട്ട് ഞാൻ അത് ശരി ഇത് തെറ്റെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ എൻ്റെ ഇത്രയും കാലമുള്ള യൂട്യൂബിന്റെ ആണെങ്കിൽ എവിടെ നോക്കിയാലും അത്തരത്തിലുള്ളൊരു സംസാരം ഞാൻ സംസാരിച്ചിട്ടില്ല. അത് വളരെ ചീപ്പാണെന്ന് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഓക്കെ, ഇപ്പൊ ഹണിറോസിന്റെ മുമ്പ് ആ ഒരു വസ്ത്രധാരണത്തെ ചൊല്ലിയിട്ട് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് അന്തിച്ചർച്ച നടത്തിയപ്പോൾ പോലും നമ്മൾ എന്താ പറഞ്ഞത്, ഒരാളുടെ വസ്ത്രധാരണത്തെ ചൊല്ലിയിട്ടുള്ള അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതിനെ പറ്റിയിട്ട് പറയുന്നതൊക്കെ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ അത് ചീപ്പാണെന്ന് എന്നെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഓക്കെ, അപ്പൊ അതിനകത്തും വന്നിട്ട് നീ അങ്ങനെ പറഞ്ഞുള്ളൂ, ഞാൻ എവിടെ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു വീഡിയോക്കകത്ത് അങ്ങനെ കാണിച്ചില്ല ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ പിന്നെ ആ ഒരു വീഡിയോക്കകത്ത് എന്താ നമ്മൾ പറഞ്ഞത്, അവിടെ ഹൻസിക ആ ഒരു വീഡിയോക്കകത്ത് ഉദ്ദേശിച്ചേക്കുന്ന ഒരു പരിപാടി ഒരു സംഭവം ഉണ്ട്, അത് തന്നെയാണ് ഇതെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ പറയണ്ടേ. അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം. ഓക്കെ, അത് വസ്ത്രധാരണത്തിന് സംഭവ കാര്യങ്ങളോ ഒന്നുമല്ല, അറിയാലോ, കൂടുതലായിട്ട് ഞാൻ അതിനെ വർണ്ണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ സംഭവമില്ല, ഞാൻ ഇത്തിരി സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ മറ്റു ചില ആൾക്കാർ ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാണെന്ന് വിചാരിച്ച് അങ്ങനെ കമന്റ് ഇട്ടൊക്കെ കുറച്ച് ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, അത് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. എന്താണെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം കിട്ടാറുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. എല്ലാവർക്കും ശരിക്കും വാരിക്കോരി അത് കിട്ടാറുണ്ട്. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് സൈബർ അറ്റാക്ക് ആണ്. ചിലപ്പോഴൊക്കെ അത് ചിലപ്പോൾ ആഴ്ചയിലും മാസത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ എങ്ങനെയെങ്കിലും വന്ന് പെടാറുണ്ട്. അപ്പോൾ ഹൻസുവിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വളർന്ന് നല്ല ഉരുക്ക് പോലെ അതിന് ശേഷം എന്തും ഫേസ് ചെയ്യാനുള്ള തന്റെ ശേഷമാണ് സോഷ്യൽ മീഡിയ ഇവിടുത്തെ വളർന്നത്. ഹൻസുവിനെ സംബന്ധിച്ച് ഹൻസു വളരെ ചെറുതായിരിക്കുമ്പോഴാണ് അതിലേക്ക് വന്നു വിടുന്നത്. ഹൻസു എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്, കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം? ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോൾ I was 14. അന്ന് കോവിഡ് ആയ ടൈം, സ്കൂളൊക്കെ അടച്ചിട്ട് ഞാൻ സ്കൂളൊന്നും ഇല്ല, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പണ്ട് 2020 ഒരു ഭയങ്കര ഒരു സൈബർ ബുള്ളിങ് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് ഫസ്റ്റ് സംഭവിച്ചപ്പോൾ ബിറ്റ് എഫക്റ്റ്, എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്ത് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ
വി ഡിഡ് ഫീൽ ലൈക്ക് ഓയോ ഇറ്റ്സ് ദി എൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ അവിടെ നിന്നുള്ള വി സ്റ്റാർട്ട് ഗ്രോയിങ് സ്ലോലി. എനിക്ക് അത്രയും കുഞ്ഞിലെ തന്നെ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഒക്കെ ഹേറ്റ് ഒക്കെ കണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ മാക്സിമം ഇഗ്നോർ ചെയ്യാൻ നോക്കും. സോ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും എവിടെയെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഹേറ്റ് ഒക്കെ പറയണം. അത് നമ്മൾ അത്രയ്ക്ക് ബോധറുണ്ട്. ബിക്കോസ് നമ്മൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും ഹേറ്റിന് മേളിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും. എല്ലാവരും ഒന്നിച്ച് നിൽക്കും. സോ കുഞ്ഞിലെ തൊട്ട് ഇതൊക്കെ കാണുന്നത് നൗ ഐ എം റിയലി യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പോൾ എത്ര വർഷമായി 6 years ഒക്കെ ആയിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണും. ദാറ്റ് ഇസ് ഫൈൻ ഉള്ളി. നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് അത് എടുക്കുന്നത്. അതെ, എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഏറിപ്പോക്കും അവരെടുത്തിട്ടുണ്ടാവുക. എന്നാണെങ്കിലും ഇവിടെ ഒരാളല്ല ഏറിപ്പോയിക്കുന്നത്, ഒപ്പം തന്നെ ദിയാകൃഷ്ണ ഏറിപ്പോയിട്ടുണ്ട്. അപ്പോൾ കൂട്ടമായിട്ടിരുന്ന എല്ലാവർക്കും കൂടെ ഒരേ രീതിയിൽ തന്നെ എടുക്കാം. എല്ലാവർക്കും പരസ്പരം ആ ഒരു സങ്കടം എന്താണെന്നും ആ ഒരു ഏറിപ്പോയതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് പരസ്പരം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാവരും ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഓരോ ആൾക്കാരും ഒരേപോലെ ഏറി കയറുന്നതുകൊണ്ട്. എന്താ ലോഞ്ച് ചെയ്തില്ല ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇപ്പം വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവർ തന്നെയല്ലായിരുന്നു ഇൻസ്പിറേഷൻ? ഓർ ആക്ച്വലി യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മു ഇല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അച്ഛനും പറയുന്നത് നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല വൈബായിരിക്കും, എല്ലാവർക്കും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി ആ കോവിഡ് ടൈമിൽ നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വി വർ സോ ഫ്രീ. അങ്ങനെ അമ്മൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ഇട്ട് അമ്മൂൻ്റെ വ്ളോഗ്സ് ആർ നോൺ ഫോർ എൻ്റെ എസ്തെറ്റിക് ആൻഡ് എഡിറ്റിംഗ്. അതൊക്കെ പണ്ടൊക്കെ ഞാൻ ഇട്ട വ്ളോഗിനൊന്നും ഒരു എസ്തെറ്റിക് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സ്ലോലി അമ്മൂൻ്റെ എഡിറ്റിംഗ് ഇൻസ്പയർ ആയി ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇപ്പൊ നോക്കുമ്പോൾ അതെ, ഇപ്പോൾ നല്ല എസ്തെറ്റിക്കും നല്ല എഡിറ്റിക്കും ഒക്കെ ഉണ്ട്. ബാക്കി കേൾക്കാം. നമ്മുടെ ചാനലും ബേസിക്കലി ഇപ്പം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു ലോകം മൊത്തം കാണുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുന്ന പോലെ എൻ്റെ യൂട്യൂബ് ഹാൻഡിൽ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് ദ വേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ജപ്പാൻ ത്രൂ മൈ ഐസ് ഞാൻ ഷെയർ ചെയ്യുന്നു. അതേപോലെ ഹൻസികയുടെ ചാനലിൽ ഹൻസികയുടെ പെർസ്പെക്റ്റീവ് ഇടുന്നു. നമ്മൾ അതിന് ഇത്രയായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഹൻസികയുടെ പെർസ്പെക്റ്റീവ് ഹൻസിക പുറത്തോട്ട് വിട്ടതിന് ശേഷം ഇത് പുറത്തായതിനു ശേഷം നേരത്തെ ഉണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ ഇത് 2000 സംതിങ് ആയിരുന്നു. അത് പിന്നീട് ഈ ഒരു പെർസ്പെക്റ്റീവ് ആളുകൾ കണ്ടതിന് ശേഷം 4150 സബ്സ്ക്രൈബറിലോട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ മാസ വരുമാനം വീണ്ടും കൂടിയിട്ടുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ്റെ വെച്ച് നോക്കുമ്പോൾ 16,18,500 രൂപയിലോട്ട് ഒരു മാസ വരുമാനം എന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് അതാണ് ആളുകളിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ഗ്രോത്ത് ആ ഒരു സബ്സ്ക്രിപ്ഷൻ കൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിനി ബാക്കി കേൾക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ് എന്താണ് ഓഡിയൻസ് കാണേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ തരംതിരിക്കുക? ഈ ഒരു ഇപ്പോൾ പബ്ലിക് ആക്കേണ്ടത് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് എന്നുണ്ട്. ചിലപ്പോൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും ബ്ലോഗിൽ വന്ന എഡിറ്റഡ് ആയിട്ടുള്ള ബ്ലോഗിൽ വന്ന കാര്യത്തിൽ പോലും ചിലപ്പോൾ ആളുകൾ പഠിക്കുന്നതും പലപ്പോഴും കേൾക്കാറുണ്ട്. അതിപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ, കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ച്, കാരണം ഇപ്പം ഒരു ട്രാവൽ ബ്ലോഗ് ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ഓൾ മൈ എക്സ്പീരിയൻസസ് ആൻഡ് ദെൻ തിരിച്ചൊക്കെ വന്നിട്ട് ഞാൻ അതിന് എഡിറ്റ് ചെയ്യും. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഡിറ്റ് നറേറ്റീവിന് സൂട്ട് ആവുന്ന പോലത്തെ സാധനങ്ങൾ അതിലിപ്പം വേണ്ടാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളയുന്ന ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഗ് തോന്നുന്നതോ അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നതോ ആയിട്ടുള്ള ഫുട്ടേജസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു എൻ്റെ വ്ളോഗ്സിനെ, എൻ്റെ ട്രാവൽ വ്ളോഗ്സിനെയൊക്കെ ഞാനൊരു കുഞ്ഞു സിനിമ പോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കി എഡിറ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അങ്ങനെയാണ് യൂഷ്വലി. അപ്പം എനിക്കങ്ങനെ വേണ്ടാത്തതൊന്നും ഇട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം വന്നിട്ടില്ല. കാരണം ഞാൻ യൂഷ്വലി അത്ര നോക്കിയാണ് ഇടുന്നത്. ഇപ്പോൾ എന്താണ് അത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഒരു നോട്ടം, ഞാൻ വേണ്ടതൊക്കെ നോക്കി റിവ്യൂ ഒക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ ഇടാറുള്ളൂ. എന്താന്നോ എന്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കൂട്ടത്തില് അഹാന കൃഷ്ണ പുള്ളിക്കാരി കുറച്ചുകൂടെ നൈസ് ആണെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. അതായത് ഇപ്പൊ മറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ഹൻസികയായിരിക്കും ഉറപ്പായിട്ടും. അതിപ്പോഴും അമ്മ വല്ലോ മറ്റേ ആ കൊച്ചിനെ വിളിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഹൻസികനോ അല്ല, ഹൻസിക ഒരു വലിയ കുട്ടിയാണ്, പക്ഷെ ഇപ്പോഴും വീട്ടിലെ കൊച്ചുകുട്ടിയല്ലേ. അപ്പം കൊച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഹൻസികയാണ് വരുന്നത്, പക്ഷെ ഹൻസിക ഒരു കൊച്ചുകുട്ടി അല്ല ഇപ്പൊ. അത് പറഞ്ഞിട്ടും ഒരു നോട്ടം ഒന്നും കുത്തിപ്പറയല്ലോ അല്ലേ. ബാക്കി കേൾക്കാം. ഇപ്പം ഈ അടുത്ത് റൊണാൾഡോ ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി, കാൻഡിഡ് വ്ളോഗ്സ് ഇടുന്നു. അത് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ലോ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൺലി ബിക്കോസ് ദേ വാണ്ട് ടു ബിൽഡ് ദാറ്റ് വൺ എക്സ്ട്രാ വളരെ ഒരു പേഴ്സണൽ ലെവൽ കണക്ഷൻ വിത്ത് എൻ ഓഡിയൻസ്. അപ്പം അത് നമുക്ക് ഓൾറെഡി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വേണം കാണാനെന്നേ ഞാൻ. ഈ അഹാന കൃഷ്ണ ഈ ഒരു യൂട്യൂബ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്, അപ്പം പുള്ളിക്കാരുടെ ആ ഒരു ഇതിൽ നിന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പം ഈ ഓഡിയൻസുമായിട്ടുള്ളൊരു കണക്ഷൻ ഒരിക്കലും ഈ ഒരു പൈസ അത് വിചാരിച്ചിട്ടുള്ളൊരു സംഭവം അല്ലല്ലോ എന്നുള്ള നിലയിലാണ് പറയുന്നത്. അപ്പോൾ ഒരു പൈസ വിചാരിച്ചിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ്
ആൻഡ് അഹനകൃഷ്ണയുടെ കാര്യം പറയുമ്പോൾ ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു കണക്ഷനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരാളുടെ കണക്ഷൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദിയ കൃഷ്ണയുടെ കണക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ കയറിയിട്ട് അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? കാവിലെ അമ്മയൊന്നുമല്ലല്ലോ അമ്മ എന്ന് വിളിക്കുക. അതൊക്കെയായിരുന്നു അവര് കണക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ദിയ കൃഷ്ണയുടെ ആ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് ഭയങ്കര നെഗായിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ നിങ്ങൾ അവരെ വിളിക്കുക, അതില്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ പോയി നാട്ടുകാർ ബാക്കിയുള്ള റോഡിൽ നിൽക്കുന്നവരൊക്കെ വിളിച്ചെന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം. അതായത് അച്ഛനും അമ്മ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ, ഇപ്പം അതൊക്കെ എത്രത്തോളം അവർക്ക് ഹേർട്ട് ഉണ്ടാക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. ഇപ്പം ഒരുപാട് ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അപ്പൊ അവർക്കൊക്കെ എത്രത്തോളം ഹേർട്ട് ആവും എന്നുള്ള അതുപോലെ ആലോചിക്കാത്തൊക്കെയാണ് അവരുടെ ഒരു കണക്ഷൻ ആൾക്കാർക്ക് ഇടയിലോട്ട് ഇടുന്നത്. പല കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ നിങ്ങൾ ലേൺ ചെയ്തിട്ടില്ല, അമ്മയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ രണ്ടുപേരും? അമ്മയിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷീസ് എ വെരി കേപ്പബിൾ പേഴ്സൺ. അതായത് ഇപ്പം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അമ്മ ഭയങ്കര കേപ്പബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ സ്വയം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ദാറ്റ് ആസ് എ ഗേൾ വി ആർ ലെസ് കേപ്പബിൾ, അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റില്ല. അപ്പോൾ കാരണം അമ്മയെല്ലാം ഭയങ്കര ടഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെന്താണ്, ഇപ്പം ലൈക്ക് കുഞ്ഞിലെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അമ്മ അത് നമ്മളത് ഡിഫിക്കൽട്ട് ആണെന്ന് അറിയിക്കത്തില്ല. ആ രീതിയിൽ നമുക്കത് കംഫർട്ടബിൾ ആക്കി തരും കുഞ്ഞിലെ തൊട്ട് എല്ലാവരുടെയും കാര്യത്തിൽ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും ലൈക്ക് ഒരു ഗിവ് അപ്പ് സിറ്റുവേഷനേ കാണത്തില്ല. അമ്മയ്ക്കായാലും അച്ഛനായാലും ദേ ഓൾവേസ് നമുക്ക് അഡ്വൈസ് തരും എന്താണെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് എത്ര ഡിഫിക്കൽട്ടീസിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്കത് അത്രയ്ക്ക് നമ്മൾ അന്ന് എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് നമ്മുടെ പേരൻസ് അത്രയ്ക്ക് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ രീതിയിലാണ് വളർത്തിയത്. നമ്മൾ പിന്നെ വലുതായിട്ട് റിയലൈസ് ചെയ്യുമ്പോൾ വി ലൈക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നല്ലോ, ബട്ട് സ്റ്റിൽ ദേ വാണ്ട് us to feel that. സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഓക്കെ, ആ ഒരു പേരന്റിങ്ങിന്റെ ഭാഗത്തുനിന്ന് അവരെ കുറച്ചുകൂടെ ബോൾഡായിട്ട് ഒന്നിനും പേടിക്കേണ്ട ഒരു സീനൊന്നും ഇല്ല, നിങ്ങൾ സെറ്റായിട്ടിരുന്നാൽ മതി എന്നുള്ള ആ ഒരു ഇതൊക്കെ കൊടുക്കുന്ന അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതുകൊണ്ട് തൊട്ട് ഇപ്പുറത്ത് വന്നിട്ട് വഴിയാ പോകുന്നവരൊക്കെ വന്നിട്ട് അമ്മ എന്നൊക്കെ വിളിക്കാനൊന്നും നമുക്ക് പറ്റൂല എന്നൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം ഈ ഹൻസയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് പണ്ട് കൃഷ്ണകുമാർ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു ഇന്റർവ്യൂല്, അത് നമുക്കൊന്ന് കേൾക്കാം. എപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഇത്രയും ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ? അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളം എന്നല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പം. സത്യം പറഞ്ഞാൽ ഈ വസ്ത്രത്തിന്റെ ആ സീനൊന്നും അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ പറയുന്ന ദിയാകൃഷ്ണയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാധനമായിരുന്നു ഈ അമ്മ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിന് സ്നേഹം, ഈ പറയുന്ന ദൈവികം. ഞാൻ ഒരു വിശ്വാസിയല്ലെങ്കിൽ പോലും ആ ഒരു ദൈവികമായിട്ടുള്ളൊരു സംഭവം, അതൊക്കെയാണ് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനത്തില് ഇപ്പൊ എത്രയോ ആൾക്കാർ കൂട്ടുകാരുടെ അമ്മേനെയും അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ ഇത്തരത്തിൽ അമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ വിളിക്കാറുണ്ട്. അപ്പം അതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇപ്പം എന്നിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, നാളെ ഓമി ഇതുപോലെ ഇത്തരത്തിൽ മറ്റൊരാളെ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല, എനിക്കത് സ്ട്രെസ് ആവുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. കാര്യം എന്ന് വെച്ചാൽ മറ്റൊരാൾ ഇപ്പം ഈ പറഞ്ഞ അഹനകൃഷ്ണൻ അവിടെ നേരത്തെ പറഞ്ഞ ആൾക്കാർക്കിടയിലോട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ ഒരു കണക്ഷൻ ആൾക്കാരിലോട്ട് ഇട്ട് കൊടുത്തതാണ്ട് ഈ രീതിയിലാണ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വഴിയെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കാവിൽ അമ്മയൊന്നും അല്ലല്ലോ പോയി അമ്മ എന്ന് വിളിക്കാരെന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ബാക്കി കേൾക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ സ്ട്രെസ്ഡ് ആവില്ല എന്നല്ല, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊന്നും നമ്മൾ ഇതിന് ഒരുപാട് ടെൻഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ഭയങ്കര കൂൾ എന്നല്ല, ടെൻഷൻ എടുക്കും, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് അതിനെ അങ്ങ് വിട്ടുകളയും. അപ്പം അത് നമുക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു തെറിവിളി സിനാരിയോ നടക്കുവാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പോട്ടെ മൈൻഡ് ചെയ്യണ്ട എന്ന് നമുക്ക് അതിനെ നോക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം നമ്മുടെ ലൈഫിലെ പല ഇങ്ങനത്തെ ഇപ്പം ഒരു കൺവെൻഷണൽ പാരൻസ് ആണെങ്കിൽ ചിലപ്പം പിള്ളേരെ അടിച്ചു കൊല്ലാവുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അമ്മയൊക്കെ അതിനെ അങ്ങ് പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടുകളയും, പിന്നെ അങ്ങ് മൂവ് ഓൺ ആവും. ദാറ്റ് ഓക്കെ, പീപ്പിൾ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, യു കെൻ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്, ഫോർഗിവ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അല്ലാതെ മറ്റു മോറൽ പോലീസിങ് ചെയ്ത് കുത്തി പറഞ്ഞ് അതെന്നും ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയൊന്നും അമ്മ അച്ഛനും ചെയ്യാറില്ല. അപ്പം
അതൊക്കെ വളരെ നല്ല, ഇപ്പൊ നമുക്ക് ഭാവിയിൽ കുട്ടികളുണ്ടാകുമ്പോഴും വീൽ ആക്ച്വലി കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കാരണം ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ഓവർ ആക്കരുത് ചില കാര്യങ്ങൾ. യു ഷുഡ് ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ നമുക്കും നമ്മളെയും കുറച്ച് ഫ്രീ ആക്കും അതിനെ. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ അച്ഛനും അമ്മേനും പേടിച്ചോ അവർ നമ്മളെ വഴക്ക് പറയോ, ആ ഒരു ഫിയർ ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റും. സോ അതും നല്ലൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണകുമാർ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ, അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം കുറച്ചുകൂടെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു അഹാന കൃഷ്ണ ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറയുന്നതാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഇപ്പം ഇവരുടെ ഈ ഏറി കയറിയിരിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പല ആളുകളും ഇവരെ കുഞ്ഞുനാൾ മുതലേ ഇവരുടെ വീഡിയോസും പലതൊക്കെ കണ്ടിട്ട് ഒരു ഹോംലി ഫീല് പലർക്കും ഇവരുടെ അടുത്ത് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ഈ ആളുകളുടെയൊക്കെ ഒരു ചേഞ്ച് കാണുമ്പോഴത്തേക്കും അയ്യോ ഇവരെന്ത്, ഈ കുട്ടികൾ എന്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മാറിയ എന്നുള്ളൊരു സംഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അപ്പം അവിടെ കുറച്ച് ഇത്തരത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി അഹാന കൃഷ്ണ എന്ന് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന നെഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതായിട്ട് സെറ്റായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ പോലും അതിൽ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെ എൻഡ് ഓഫ് ദ ഡേ ഇത് കഴിയും അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഇവിടെ ദിയാകൃഷ്ണ ചെയ്തേക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും കൂടെ ചേർന്നുകൊണ്ട് ലൈഫ് ഓഫ് അനന്ത് ബ്രോന്റെ അന്നത്തെ ഇഷ്യൂ അറിയാമല്ലോ, നേരെ പോലീസുകാരെ വീട്ടിലോട്ടൊക്കെ വിട്ടിട്ട് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത്. ചിലപ്പം ഈ പറഞ്ഞ ദിയാകൃഷ്ണ പുള്ളിക്കാരി വീട്ടിൽ കിടന്ന് ഇല്ല അച്ഛാ പറ്റത്തില്ല, ഇവനെ കോടതി കയറ്റണം, ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നുള്ള, ചിലപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഇത് കയറ്റി വിട്ടിട്ടുള്ള അങ്ങനെ പിടിപ്പിച്ചാണോന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഇതിനെയൊക്കെ കൃത്യമായിട്ട് ഫേസ് ചെയ്യുന്ന ബോൾഡായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പറയുന്നത് ഒരു സംഭവം വന്നു, അത് കൃത്യമായിട്ട് ഒരാൾ പബ്ലിക്കിലൊന്നും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചു, നേരെ അയാളുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെ നേരെ വിടുക, വീട്ടിലോട്ട് കയറ്റി വിടുക, അങ്ങനത്തെ സീനൊക്കെയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൂട്ടത്തിൽ കുറച്ചുകൂടെ സെറ്റായിട്ട് ഓക്കെ ആയിട്ട് നിൽക്കുന്നത് അഹാന കൃഷ്ണ മാത്രമാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ എന്റെ അടുത്തെല്ലാം ചോദിക്കും ഞാൻ എത്ര പ്രശ്നം എടുക്കുന്നത്, പക്ഷെ അതെനിക്ക് പ്രശ്നമല്ല. അതൊരു പ്രശ്നമാണ്. നമുക്ക് അമ്മ സ്ട്രെസ് ആവുന്ന നമ്മൾക്ക് സ്ട്രെസ് ആവും. അമ്മ സ്ട്രെസ് ആവല്ലേ, അമ്മ ഒരു കുഞ്ഞു കാര്യത്തിന് സ്ട്രെസ് ആവും. പക്ഷെ അത് അമ്മ സ്ട്രെസ് ആവാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ബിക്കോസ് ഷീ കെയർസ് അത്രയ്ക്ക്. അമ്മയ്ക്ക് ആ ഒരു സംഭവം തീരാതെ അമ്മ മൈൻഡിൽ നിന്ന് പോകത്തില്ല. അത് അമ്മയ്ക്ക് സ്ട്രെസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് അമ്മ റിയലൈസ് ചെയ്യില്ല. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ അമ്മ ഇസ് ഡൂയിങ് ദാറ്റ് ഓൺലി ബിക്കോസ് ഷീ ഈസ് അത്രയ്ക്ക് കെയറിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് ലൈക്ക് അമ്മ ഹാർട്ടിലേക്ക് എടുക്കും എന്ത് കാര്യമാണെങ്കിലും. ഇറ്റ് ആക്ച്വലി വെരി ക്യൂട്ട്. പക്ഷെ നമുക്ക് കൺസേൺ ആവും, അമ്മ അത്ര സ്ട്രെസ് ചെയ്യല്ലേ പ്ലീസ്. പക്ഷെ അമ്മ ഇങ്ങനെയാണ്, ആൻഡ് ഇറ്റ്സ് ഓക്കെ. അമ്മയ്ക്ക് അങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടം. ലൈക്ക് ഷീ കെയർസ് അബൌട്ട് ഇറ്റ് സോ മച്ച്. അതാണ് സംഭവം. അതെ, ഇപ്പോഴും ഈ മക്കളെല്ലാവരും ഇങ്ങനെ ഏറി പോകുന്ന കണ്ടിട്ട് അവർ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എക്സ്ട്രാ കെയർ എന്ന് പറയുമ്പോൾ പോലും അന്നൊരിക്കൽ ആ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന കാവിലെ അമ്മയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, സിന്ധു കൃഷ്ണ. അപ്പോൾ പുള്ളിക്കാരി അപ്പോൾ അന്ന് ഒരിക്കൽ ഇവരുടെ ഈ ലൈഫ് ഓഫ് അനന്ത് ബ്രോ ആയിട്ട് ദിയാകൃഷ്ണ അന്ന് ഇഷ്യൂ ഒക്കെ ഉണ്ടായ ടൈമിൽ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, എന്തോന്ന് കുറേ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പുച്ഛിച്ചുകൊണ്ട് കുറേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരി ആലോചിക്കണം, ആ വീട്ടിലെ പുള്ളിക്കാരിക്കും വീട്ടിലെ എല്ലാ പൂച്ചയ്ക്കും പട്ടിക്കും വരെ യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബമാണ്. എന്നിട്ട് ഇവർ നേരെ ഇവർക്കെതിരെ സംഭവം വന്നെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് എക്സ്പോസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നേരെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇതേ സിന്ധു കൃഷ്ണ. കാവിലമ്മയൊന്നും അല്ലേ, അതുകൊണ്ടാണ് അമ്മ എന്നൊന്നും വിളിക്കാത്തത്. കുറച്ച് കരയുന്ന ഒരു ഷോട്ടും നടക്കുന്ന ഒരു ഷോട്ടും. സോ പണ്ട് തൊട്ടേ ആക്ടിങ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. എനിക്ക് ആഗ്രഹമുണ്ട് വലുതായിട്ട് എന്തെങ്കിലും സിനിമ അഭിനയിക്കണം. സോ ആഗ്രഹം എന്നുകൊണ്ട് അതെങ്കിലും നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. അഹാനകൃഷ്ണയുടെ നോട്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ശരിക്കും പോസിറ്റീവായിട്ട് തന്നെ നോക്കുന്നതാണല്ലോ അല്ലേ, അതറിഞ്ഞാൽ മതി. ഭയങ്കര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആണ്, എല്ലാം തിരിച്ചറിയപ്പെടുന്ന ആളുകളാണ്. അത് ആക്ച്വലി വളരെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്, ടെലിവിഷൻ പ്രഷർ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ഒന്നും കുത്തിപ്പറയുമല്ലോ അല്ലേ. പിന്നെ ആർക്കും അതിനെ അറിയില്ലാത്ത ഹൻസിക്കറിയാവുന്ന ഹൻസിക്കയുടെ ഒരു സീക്രട്ട് സ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഫേസ് എന്തായിരിക്കും. ഇത് അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഹൻസിക്കയുടെ ഉള്ളിൽ ഒരു ഓൾഡ് സോൾ ഉണ്ട് എന്നുള്ളത്. അതായത് ഓഫ് കോഴ്സ് വെളിയിൽ വളരെ ചേർപ്പിയാണ്, ഒരു ഓൾ ഔട്ട് ദെയർ ആണ്, പക്ഷെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, മറ്റൊരാളുടെ വികാരം നല്ലപോലെ മനസ്സിലാക്കുന്ന ഒരു. അത് ശരിയാണ്, മറ്റൊരാളുടെ വികാരം നല്ലപോലെ മനസ്സിലാക്കുന്ന വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു വളരെ ഓൾഡ് മീനിങ് ഫുൾ സോൾ ഹൻസിക്കയുടെ ഉള്ളിൽ ആക്ച്വലി ഉണ്ട്. ഐ തിങ്ക് അത് ചിലപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സൈഡ് ഓഫ് ഹൻസിക്ക അല്ലായിരിക്കും. ബട്ട് ദെയർസ് എ വെരി നൈസ് ഗേൾ ഇൻസൈഡ് ഹർ. ഐ മീൻ ഷീസ് ഓഫ് കോഴ്സ് ഷീ ഡസ് കം അക്രോസ് ആസ് എ നൈസ് ഗേൾ, പക്ഷേ ഒരു ഓൾഡ് സോൾ ഉള്ളിലുണ്ട്. മനസ്സിലായി, അത് നമുക്കും മനസ്സിലായിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഇനി ഈ ഫാമിലിയിൽ നിന്ന് അടുത്താരാണ് ഏറി പോകുന്നത് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു എയർ ബസ് ബുക്ക് ചെയ്തിട്ട് നേരെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് കയറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇനി ഇതൊന്നും പറയാൻ നിൽക്കണില്ല. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.